അല്ലാഹു നമുക്കത് തൗഫീഖ് നൽകട്ടെ. യാസീൻ ഓതുമ്പോ ഓർക്കണം, പടച്ചോനെ ഇതിന്റെയൊക്കെ അർത്ഥം ഇങ്ങനെയാണ്. മരിച്ചവന്റെ അടുക്കൽ എന്നിട്ട് യാസീൻ ഓതുമ്പോ എന്താ? അവർ എന്ന് പറഞ്ഞാൽ നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും എന്നാണ് പറയണത്. നമ്മുടെ യാസീനോത്ത് അർത്ഥം വല്ല ഓർത്തിട്ടാണോ? നമ്മുടെ യാസീനോദൽ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഓതലാണ് അല്ലേ? ഒരു പോക്കൻ അതിന്റെ ഇടയിൽ മോള് ചായ കൊണ്ട് വരും. അത് വാപ്പാക്ക് കൊടുത്തേരെ, അപ്പുറത്തോട്ട് കൊടുത്തേരെ. ഇതിന്റെ ഇടയിൽ നമ്മള് നാക്കൊണ്ട് ഓതുകയും ചെയ്യും, കൈകൊണ്ട് 4 വർത്താനവും പറയും. സഹോദര, ഖുർആൻ ആ ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യാനുള്ളതാണ്. ആ ഖുർആൻ നിയമമനുസരിച്ച് പാരായണം ചെയ്യാനുള്ളതാണ്. വറത്തിലിൽ ഖുർആന തർത്തീലാ, ഖുർആൻ തർത്തീലായി പാരായണം ചെയ്യണം. ഖുർആൻ ഓതുന്നതിന് നിയമമുണ്ട്. നമ്മൾ ഓതും പോലെ അല്ല. നമ്മൾ ഓതും പോലെ ഓതി എന്ത് പതി പോലെ ഇദാ വഖഅത്തിൽ വാഖിയ ലൈസലി വഖഅതിഹാ കാദിബാ. ഖുർആൻ ഓതുന്നതിന് നിയമമുണ്ട്. ആ നിയമം പഠിക്കണം, പഠിച്ചേ മതിയാവും. തജ്വീദ് പഠിച്ചിട്ട് ഖുർആൻ ഓതണം, അത് നിർബന്ധമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര സഹോദരി, ഭാര്യ ഭർത്താവ് വാപ്പ മക്കൾ എന്നത് ഇവിടെ മരിച്ചു പള്ളിക്കാട്ടി കൊണ്ടുപോയി അടക്കിയാൽ അതോടെ അവസാനിക്കേണ്ടതല്ല. ഇതേ ഭാര്യയും ഇതേ മക്കളും ഇതേ കുടുംബവുമായി നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടേണ്ടവരാണ് നാം എന്ന ബോധത്തോടെ ഇവിടെ വെച്ച് ജീവിക്കണം. അല്ലാതെ മരണത്തോടെ എല്ലാം അവസാനിക്കില്ല. അവസാനിക്കോ? ഇവിടെ അടിപിടി കൂടി കലഹുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ജീവിച്ചാൽ മതിയോ? പോരാ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കുടുംബത്തിന്റെ ഉള്ളിൽ സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത്, പടച്ചോനെ നാളെ പരലോകത്ത് ഞങ്ങൾ ഇതേപോലെ നിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടേണ്ടവരാണ്, ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് എന്ന ആഗ്രഹം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹദിയായ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയും ജീവിച്ചിരിക്കുന്ന വീട്ടിലേക്ക് ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യയായ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയും രണ്ടുപേരും കൂടെ ജീവിക്കുന്ന വീട്ടിലേക്ക് ഒരിക്കൽ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കടന്നു വന്നു. വീട്ടിന്റെ അകത്തോട്ട് കയറി ഉമർ റളിയല്ലാഹു അൻഹു കയറിയപ്പോഴേ മനസ്സിലായി ഈ വീട്ടിൽ ഇന്നത്തെ ദിവസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പട്ടിണിയാണ്. അല്പവും കൂടി അകത്തോട്ട് കയറിയപ്പോ മനസ്സിലായി ഇന്നലെയും ഈ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പട്ടിണിയാണ്. ഒരല്പവും കൂടി അകത്തോട്ട് കയറിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഒരാഴ്ചയായി ഈ വീട്ടിൽ ഒരു ഭക്ഷണവും ഉണ്ടാക്കിയിട്ടില്ല. ആരുടെ വീട്ടിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ. ഇനി നിങ്ങൾ ഈ ചരിത്രത്തെ ഒന്നുകൂടി ഒന്ന് തിരിച്ചു നോക്കി. ഹഫ്സ റളിയല്ലാഹു തആല ആരാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. ഈ ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാ? ഭാര്യ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമാണ്. എന്ന് പറഞ്ഞാൽ തന്റെ മകളും മരുമകനും കൂടി ജീവിക്കുന്ന വീട്ടിൽ അവരുടെ വിശേഷങ്ങൾ അറിയാൻ ഭാര്യയുടെ ഉപ്പ കടന്നു. അങ്ങനെ നിങ്ങൾ ചിന്തിക്കി, മകളും മരുമകനും കൂടെ ജീവിക്കുന്ന വീട്ടിൽ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി അമ്മോശം കാക്ക വന്നു. ഇവിടെ നമ്മൾ അങ്ങനെയല്ല പറയാം. ഇവിടെ എന്താ പറയാ? ഭാര്യയുടെ വാപ്പാക്കെന്നാ പറയാ? മാമ. നമ്മുടെ മാമ വന്നു എന്ന് കരുതുക. എന്താ അവസ്ഥ? മാമ വീട്ടിൽ വന്ന് കയറിയപ്പോഴേ മനസ്സിലായി ഇന്നത്തെ വീട്ടില്